പടം തൂക്കോ? ആ 100 ദിവസം ഓടി. എങ്ങനെ വിസ്മയുടെ ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായി? രണ്ടുപേരും പൊളിയാ. ആന്റണി ചേട്ടൻ്റെ മകൻ ആശിഷ് പൊളിയാ. തിയേറ്റർ കത്താളുണ്ട്. ബ്ലാസ്റ്റാ. ഓക്കെ. പടം എങ്ങനെയുണ്ട്? ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിസ്മയുടെ ഫൈറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. തിയേറ്റർ ബ്ലാസ്റ്റ് ആണോ മൊത്തത്തില്? തിയേറ്റർ കത്തിക്കും. എങ്ങനെയുണ്ട് കോംബോ ഒക്കെ? എങ്ങനെയുണ്ട് രണ്ടുപേരെ? ഫാമിലിക്കൊക്കെ പറ്റിയ പടാണോ അതോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അടിപൊളി. ആന്റണി പെരുമാൾ വില്ല അടിപൊളിയുണ്ട്. സൂപ്പർ. ആന്റണി പെരുമാൾ അടിപൊളി. ഓണം തൂക്കോ? പിന്നെ ഷുവർ. നല്ല മേഡം. ആന്റണി പെരുമാളിനും സൂപ്പറായി. വിസ്മയുടെ ഫൈറ്റ് എങ്ങനെയുണ്ട്? വിസ്മയുടെ ഫൈറ്റും കുഴപ്പമില്ല. വില്ലൻസ് പയ്യന അടിപൊളി. ഭാവിയുള്ള പയ്യൻ. ആന്റണി പെരുമാളിന് ഭാവി നല്ല ഭാവിയുണ്ട്. നല്ല സീൻ. ഞങ്ങളുടെ സൂപ്പർ. രണ്ടുപേരും നല്ല അടിപൊളി. കഴിഞ്ഞ ദിവസം സ്റ്റേജ് എങ്ങനെയുണ്ട്? പടം അടിപൊളി. പുലിക്ക് പിറന്നത് പുലിക്കുട്ടി തന്നെ. ആ കൊച്ചിനെ കുറെ കണ്ടിട്ട് ഓരോരുത്തർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമ കാണണം. തുടക്കം നല്ലൊരു തുടക്കം തന്നെയാ. അടിപൊളി. തുടക്കം ഗംഭീരാണ്. തുടക്കം നമ്മളെ ഓരോ ഇതിലേക്ക് കൊണ്ടുപോകും. എന്തായിരിക്കും നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയിലേക്ക് നമുക്ക് കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ആദ്യം വിചാരിക്കുന്ന പോലെയല്ല ക്ലൈമാക്സ്. ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഓ അതാ പറഞ്ഞത്, പുലിക്ക് പിറന്നത് പുലിക്കുട്ടി തന്നെയാന്ന് പറഞ്ഞത്. വില്ല എങ്ങനെയുണ്ട്? ആശിഷ്. അത് ഇവിടുന്ന് പോസ്റ്റർ കണ്ടപ്പോ തന്നെ എല്ലാരും പറഞ്ഞ് നായകനായിട്ടാണെന്നാണ് ഒരു അറിവ് കിട്ടിയത്. പക്ഷെ പോസ്റ്റർ കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞേ ഇതിന് നായകനല്ല, കണ്ടുകെട്ടോ വില്ലൻ ലുക്കാണെന്ന്. പക്ഷെ ഒരു അടാറ് ഭയങ്കര സാധനം കേട്ടോ. വില്ലന് ഭയങ്കര ഇതാ. ലാലേട്ടന്റെ ക്യാമിയോ എങ്ങനെയുണ്ട്? ലാലേട്ടന്റെ ക്യാമിയോ? ലാലേട്ടൻ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, പ്രത്യേകിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ കൊച്ചു പൊളിച്ചു. അടിപൊളി.